ശ്രീമദ് ഭാഗവതം ക്ലാസ് 111. ഇന്ന് സ്കന്ധം 5 18-ാമത്തെ അധ്യായമായിട്ട് നോക്കുന്നത് വിഭിന്ന ഭൂഖണ്ഡങ്ങളുടെ വർണ്ണനയാണ്. നമുക്കറിയാം 7 ലോകങ്ങളായി തിരിച്ചു. ഓരോ ലോകങ്ങളെയും 7 വീതമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 49 മരുത്തുക്കളായിട്ട് തിരിച്ചു. അതിൻ്റെ നടുവിലുള്ള നടുവിൽ വരുന്ന ജംബുദ്വീപിനെ പല ഖണ്ഡങ്ങളായിട്ട് 9 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചു എന്നെല്ലാം നമ്മൾ കണ്ടു. അതിനാണ് വർഷങ്ങൾ എന്നെല്ലാം പറയുന്നത്, ദേശങ്ങളായിട്ട് പറയുന്നത്, പ്രദേശങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അവയിലുള്ള ആ കാലഘട്ടത്തിലെ അവസ്ഥകൾ എന്താണ് വിവരിക്കുകയാണ്. ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടം എടുത്തിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് ഭൂമിയിൽ തന്നെ ആഫ്രിക്കയിലുള്ളവർ ജീവിക്കുന്ന തരത്തിലല്ല അമേരിക്കയിൽ ജീവിക്കുന്നവരോ ഇന്ത്യയിൽ ജീവിക്കുന്നവരോ ചൈനയിൽ ജീവിക്കുന്നവരോ എല്ലാം വ്യത്യാസമുണ്ട്. ചിലത് വളരെ പുരോഗമിച്ചതായിരിക്കും, ചിലത് ആ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ എത്രയോ വർഷങ്ങൾ പിടിക്കും. അതേപോലെ ഈ വിഭിന്ന ഭൂഖണ്ഡങ്ങളിലെ കാര്യങ്ങളെല്ലാം പലതരത്തിലാണ് നടക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെയല്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു താരതമ്യ പഠനമാണ് ഇതിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഒന്നിലെ ശ്രീ ശുഗൻ പറയുകയാണ്, ഭദ്രാശ്വവർഷത്തിൽ, അതൊരു ദേശമാണ്, ഒരു ഖണ്ഡമാണ്. ആ ഭദ്രാശ്വദേശത്തിൽ ഭദ്രശ്രവസ് എന്നു പേരായ ധർമ്മദേവൻ പുത്രനും ഒരു സേവാമുഖ്യനും കൂടിയിട്ട് ശ്രീ വാസുദേവന്റെ ഹയഗ്രീവൻ എന്ന മൂർത്തിയെ സമാധി യോഗത്തിൽ ഈ സ്തോത്രം കൊണ്ട് ഉപാസിക്കുന്നു. അപ്പോൾ ഹയഗ്രീവൻ എന്ന ഒരു ദേവതയാണ് ഈ ഭദ്രാശ്വവർഷത്തിൽ ആരാധിക്കുന്നത്. അപ്പൊ ഹയഗ്രീവൻ എന്ന് പറയുന്നത് വേദങ്ങൾ ഉത്ഭവിച്ച കാലഘട്ടമാണ്. ആദ്യമായിട്ട് പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം വേദത്തെ ഉദ്ധരിച്ചെടുത്ത അവതാരമാണ് ഹയഗ്രീവൻ. അപ്പോൾ ദശാവതാരങ്ങളിൽ ആദ്യത്തെ ആ അവതാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഭദ്രാശ്വവർഷത്തെ കാണാമെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരെല്ലാം ഏത് നിലയിലാണ് എന്ന നിലയിലാണ് ഇവിടെ വിവരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സമയം അവിടെ ചെല്ലുമ്പോൾ ഭദ്രാശ്വവർഷമാണെന്നൊന്നും അർത്ഥമില്ല. ആ ഭദ്രാശ്വവർഷത്തിൽ ഹയഗ്രീവന്റെ കാലഘട്ടമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് ഇവിടെ ഹയഗ്രീവന്റെ കാലഘട്ടമല്ല, നമ്മൾ പുരോഗമിച്ച് കലിയുഗത്തിലെത്തിയിരിക്കുകയാണ്. ഇതൊരു കമ്പാരിസനാണ്. ഇവിടെ ഇന്നതാണെങ്കിൽ ഇവിടെ ഹയഗ്രീവ മൂർത്തിയെയാണ് ഉപാസിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ഭൂഖണ്ഡത്തിൽ ഇന്ന അവസ്ഥയാണ്, മറ്റേ വർഷത്തിൽ ഇന്ന ദേശത്തിൽ ഇങ്ങനെയാണ് എന്നുള്ള ഒരു കമ്പാരിസനായിട്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം അവിടെയുള്ളവർ ഭദ്രശ്വവർഷത്തിലുള്ളവർ ഹയഗ്രീവനെയാണ് ഉപാസിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, എങ്ങനെ ഉപാസിക്കുന്നത്? സർവ ഐശ്വര്യാദി ഗുണസമ്പൂർണനായ അങ്ങേക്ക് നമസ്കാരം. അപ്പം അവിടെ വിഷ്ണു ഹയഗ്രീവന്റെ എന്ന അവസ്ഥയിലാണ്, ആ സ്റ്റേജിലാണ് ഉള്ളത്, ആദ്യത്തെ അവതാരത്തിൻ്റെ സ്റ്റേജിലാണ് ഉള്ളത്. പിന്നെ 3 പറയാണ്, ഈശ്വരൻ്റെ ലീലാമഹത്വം അത്ഭുതകരം തന്നെ. അവർ വർണ്ണിക്കുകയാണ്, ജീവശക്തി കണ്ണുണ്ടായിരുന്നിട്ടും, ജീവജാലങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നിട്ടും തന്നെ കൊല്ലുവാൻ വരുന്ന കാലനെ കണ്ടുപിടിക്കാനാവുന്നില്ല. നമുക്ക് കണ്ണുണ്ട്, എന്നിട്ടും നമ്മളെ കൊല്ലാനൊരു മരണമാകുന്ന കാലൻ
നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലനെ കാണാനുള്ള കഴിവ് നമുക്കില്ല. നമ്മളത് മറന്നുകൊണ്ടാണ്, അതിനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ അടുത്തേനെ നമ്മൾ മരിക്കും, നമ്മളെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും ചിന്തിക്കാതെ ആ കാലനെ കണ്ടുപിടിക്കുവാൻ കണ്ണു തുറന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് കാണുന്നില്ല. കാരണം നശ്വര വിഷയ സുഖത്തെ അനുഭവിക്കുവാനായി പുത്രനെയും പിതാവിനെയും ചിതിലേക്ക് എറിഞ്ഞാലും അവരുടെ സ്വത്ത് അനുഭവിക്കുവാൻ മോഹിക്കുന്നു. അച്ഛൻ മരിച്ചാലും വേണ്ടിയില്ല, മകൻ മരിച്ചാലും വേണ്ടിയില്ല, അവൻ്റെ സ്വത്ത് നമുക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മനുഷ്യൻ നിൽക്കുന്നത്. ഇപ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശരി, ഇപ്പോൾ അച്ഛൻ പോയല്ലോ, ഇനിയിപ്പോൾ അങ്ങേരെ സ്വത്ത് എനിക്ക് നോക്കാം. ഇനി മകൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പോയി, ഇനിയിപ്പോൾ അത് ഞാൻ തന്നെ നോക്കാം. ഈ അവസ്ഥയിൽ നശ്വരമായ വിഷയസുഖത്തെ ചിന്തിച്ചുകൊണ്ടാണ്, അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യർ നടക്കുന്നത്. അങ്ങനെ മോഹിച്ച് നടക്കുമ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇനി 4 ആധ്യാത്മ കവികൾ പ്രപഞ്ചത്തെ നശ്വരമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല കവികളും ആധ്യാത്മികമായിട്ട് കടന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ഈ പ്രപഞ്ചം നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ ഇത് ശാസ്ത്രത്തിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു കാലത്ത് സൂര്യൻ കത്തിയെരിഞ്ഞ് ഇല്ലാതെയായി പോകും. അപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് സംശയമൊന്നുമില്ല. ഋഷികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആത്മീയ കവികൾ എന്ന് പറഞ്ഞാൽ ഋഷികളെല്ലാം വേദങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശാസ്ത്രലോകത്തിനും അറിയാം ഒരു കാലത്ത് ചൂട് കൂടി ഈ ഭൂമിയെല്ലാം നശിക്കുന്നു. എന്നാൽ ആ ശക്തിയുടെ മായയാൽ ഏവരും അന്ധരായി മോഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സൂര്യനും ഭൂമിയെല്ലാം കത്തി നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ ആ ശക്തിയുടെ മായയാൽ ഭ്രമിച്ചുകൊണ്ട് അന്ധരായിട്ടാണ് കഴിഞ്ഞുകൂട്ടുന്നത്. ആ നാശത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അത്ഭുത മായാവിലാസം അത്രേ. അപ്പം അത്രയും മായയിൽ അകപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കൂ. ഈ സ്വത്ത് വാരി കൂട്ടിയിട്ട് എന്താ കാര്യം? നമുക്ക് എത്ര കാലം അനുഭവിക്കാൻ പറ്റും? അതേസമയം പ്രമേഹം എല്ലാം വന്നിട്ടും ഉണ്ടാവും, യുദ്ധാനെ പറ്റി. എന്നാലും നമുക്ക് കൂട്ടുന്നതിന് മോഹം തീരുന്നില്ല. അപ്പം മരണം അടുത്ത് വരാൻ പോവുകയാണ്. മരണം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം അവർ ഈ മോഹത്തിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ഒരു സൃഷ്ടിയാണ് ഇവിടെ. മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ആ ശക്തിവിശേഷത്തിൻ്റെ മഹത്വം അത്രേ. ആ നിന്ദരവടിയെ വണങ്ങുന്നു. ഇനി 5 കർത്തൃത്വമില്ലാത്ത ആ ശക്തിയെ പറ്റി പറയുകയാണ്. അതിന് വേറെ കർത്തൃത്വമൊന്നുമില്ല. അതിന് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള താല്പര്യം. നിർഗുണമായ ബ്രഹ്മമാണ്. മായയിൽ അകപ്പെട്ടവനെങ്കിലും, അതും മായയിൽ അകപ്പെട്ടാത്തവനെങ്കിലും അവൻ ഈ മായയിലൊന്നും അകപ്പെട്ടിട്ടില്ല. അവന് കർത്തൃത്വമില്ല, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള താല്പര്യമില്ല, മായയിലും അകപ്പെട്ടാത്തവനാണ് ആ ശക്തി വിശേഷം. എങ്കിലും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നതായിട്ട് വേദത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാലും വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ശക്തിവിശേഷമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുമെന്ന്. ഇതിലൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥ തന്നെയാണ് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും. ഇതിനെല്ലാം കാരണം ഇതിൻ്റെ സ്വരൂപമായി വർത്തിക്കുന്ന ഇതിനെല്ലാം കാരണമായി തീരുന്ന അത് തന്നെയാണ്. അത് തന്നെയാണ് ഈ സ്വരൂപത്തിലായി മാറിയിരിക്കുന്നത്. അത് ഇതിൽ നിന്നും ഭിന്നമായി നിൽക്കുന്നത് അത്ഭുതകരമാണ്. എന്നിട്ടും അത് ഇതുമായിട്ട് ബന്ധമില്ലാതെ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെ ആണ്. ഇനി 6 യുഗാവസാനത്തിൽ, അപ്പം 4 യുഗങ്ങൾ കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോൾ ശാഖാസുരനാകുന്ന ഇരുട്ടിനാൽ മറക്കപ്പെട്ട വേദങ്ങളെ, ഇപ്പം 4 യുഗങ്ങൾ കഴിയുമ്പോൾ എന്ത് പറ്റും? ഇരുട്ടിനാൽ മറക്കപ്പെടും ഈ ലോകം, ശാഖാസുരനാൽ. അതായത്
ഈ പ്രപഞ്ചമെല്ലാം കത്തി എരിഞ്ഞ് ഇല്ലാതെയായി, സൂര്യനും എല്ലാം കത്തി എരിഞ്ഞ് ഇല്ലാതെയാകുമ്പോൾ പിന്നെ കൂരിരുട്ടാണ്. ആ ഇരുട്ടിൽ കിടക്കുന്ന സമയത്ത് പുതിയൊരു സൃഷ്ടി നടത്താനാണ് ഇവിടെ ഹയഗ്രീവന്റെ കാര്യം പറയുകയാണ്. ഈ ശക്തി എന്തായി? ഹയഗ്രീവ മൂർത്തിയായി അവതരിച്ച് പാതാളത്തിൽ നിന്നും, പാതാളം എന്ന് പറഞ്ഞാൽ അന്നെല്ലാം ഇല്ലാതായല്ലോ, പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അതാണ് പാതാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാതാളത്തിലേക്ക് നമ്മൾ പോകുക പറഞ്ഞാൽ ഭൂമിയുടെ അകത്തേക്ക് പോകുമ്പോഴാണ് പാതാളം. അവിടെ പോകുമ്പോൾ എങ്ങനെയാണ്? ആദ്യം തന്മാത്രകളെ കാണും, പിന്നെ ആറ്റങ്ങളെ കാണും. ആറ്റത്തിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ കണങ്ങളെ കാണും. അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് എനർജിയാണെന്ന് മനസ്സിലാവും. എനർജി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇതിൽ നിന്നാണെന്ന് ചിന്തിക്കുമ്പോൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ആ ശൂന്യമായ സ്ഥലത്ത് ബ്രഹ്മമാണ്. അപ്പം പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്ത്, അപ്പം അവിടെ നിന്നാണ് വേദങ്ങളെ വീണ്ടെടുക്കുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് വേദങ്ങളെ വീണ്ടെടുക്കുന്നത്. എന്നിട്ട് ആർക്ക് കൊണ്ട് കൊടുക്കുന്നു? ആദ്യം പിന്നെയും ബ്രഹ്മാവിൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നീ എന്നും ആദ്യം സൃഷ്ടിക്കുന്നത്. ഒരു പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശൂന്യമായി. പക്ഷേ സയൻസ് എവിടെയുണ്ട്? സയൻസ് നശിക്കില്ല. ഇപ്പം ലോകം മുഴുവൻ നശിച്ചാലും 3 കൂട്ടണ 2 എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അതിൽ പിന്നെ തെറ്റൊന്നുമില്ല. അപ്പം സയൻസ് ഹൈഡ്രജൻ ഓക്സിജൻ കൂട്ടിച്ചേർന്ന വെള്ളം തന്നെയാണ് ഉണ്ടാവുക. അപ്പം സയൻസ് എവിടെയും ഉണ്ട്. അതിന് ബ്രഹ്മാവിന് എന്ത് ചെയ്യുന്നു? അത് വിഷ്ണുവിനാണല്ലോ ഇന്ത്യയിൽ ഏകോപിപ്പിക്കുന്നത്. ആ ശക്തി വിശേഷം വേദങ്ങളെയാണ് ആദ്യം ഉദ്ധരിക്കുന്നത്. ആദ്യം ശാസ്ത്രമാണ് വരുന്നത്. ശാസ്ത്രം ഉണ്ടാക്കിയിട്ട് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഉണ്ടാക്കുന്നത്, പരമാത്മാവെന്ന പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സൃഷ്ടി നടത്തുന്ന ശക്തി വിശേഷം ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ കയ്യിൽ ഇത് വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വേദങ്ങളെടുത്ത് കൊടുക്കുന്നു. ബ്രഹ്മാവൊന്നും കഥാപാത്രമായിട്ടൊന്നും കാണരുത്. ഒരു ശക്തിയുണ്ട്, സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു ശക്തി. ആ ശക്തിയുടെ കയ്യിൽ ഈ വേദങ്ങൾ, എവിടെയോ ഉള്ള ജ്ഞാനമാകുന്ന പ്രപഞ്ച രഹസ്യം മുഴുവൻ അടങ്ങിയ ശാസ്ത്ര പുസ്തകം, വേദങ്ങൾ എടുത്തിട്ട്, ജ്ഞാനമെടുത്തിട്ട്, അതിന് പുസ്തക രൂപത്തിലൊന്നുമല്ല, ജ്ഞാനമെടുത്തിട്ട് സൃഷ്ടിയുടെ ആ ശക്തിക്ക്, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിന് തിരിച്ചേൽപ്പിക്കുന്നു. ആദ്യം കൈകലുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ആ സൃഷ്ടി ഉണ്ടാക്കി അവസാനം നല്ലൊരു ലോകം ഉണ്ടാക്കി കലിയുഗത്തിൻ്റെ അവസാനത്തിൽ. പിന്നെ പ്രളയം നടക്കുമ്പം ബ്രഹ്മാപകർക്കം പോയി. അപ്പോൾ അങ്ങനെ കയ്യിൽ നിന്ന് സയൻസും പോയി. പിന്നെ കുറേ കാലം ചുമ്മായിരുന്നു, ഇരുടായിട്ട് നിന്നു. പിന്നെ ആദ്യ സൃഷ്ടി നടത്തുമ്പോൾ ഈ വേദങ്ങളെടുത്ത് ബ്രഹ്മാവിന് കൊണ്ട് കൊടുക്കണമല്ലോ. അത് കഥയിൽ അങ്ങനെയെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി. ആ നിന്തിരുവടിക്ക് നമസ്കാരം. ഇനി 7 അപ്പം നമ്മൾ ഭദ്രാശ വർഷത്തിലെ കാര്യമാണ് പറയുന്നത്. ഹരിവർഷത്തിങ്കലും അപ്പം വേറൊരു ദേശം, ആ ദേശം ഇതിനെക്കാട്ടിയും പുരോഗമിച്ചതാണ്. മറ്റേത് വേദങ്ങൾ ഉത്ഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അടുത്ത സ്റ്റേജാണ് ഹരിവർഷത്തിലുള്ള, ഹരിവർഷം എന്ന ദേശത്തിലുള്ളത്. അവിടെ നരസിംഹരൂപമായ ഭഗവാൻ അവതരിച്ചു. അവിടെ നരസിംഹ രൂപത്തിലുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഒരുത്തിയിൽ വേദങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥലത്താണെങ്കിൽ മറ്റേടത്ത് നരസിംഹത്തിൻ്റെ അവസ്ഥയിലാണ് ഉള്ളത്. നരസിംഹം എന്താ ചെയ്തത്? ഭൂമിയെ ഉയർത്തിയിട്ട്, അല്ല, നരസിംഹം എന്താണ് ചെയ്തത്? അധർമ്മികളെയെല്ലാം വധിക്കുന്ന അവസ്ഥ. അതിൻ്റെ എനിക്ക് പറയുന്നത് അതെന്തിനാണ് കൊന്നത് എന്നുള്ള കാര്യമെല്ലാം 7ാം സ്കന്ധത്തിൽ പറയുക എന്ന് പറഞ്ഞു വെച്ചിരിക്കും. ഇവിടെ പറയുന്നില്ല. അപ്പം അതിൽ നിന്നും ഒരു പുരോഗമിച്ച സ്റ്റേജിലാണ് ഏതുള്ളത്? ഹരിവർഷത്തിലുള്ളത്. അപ്പം 7ാം സ്കന്ധത്തിൽ അതിനെപ്പറ്റി പറയുമെന്ന് വെച്ചിട്ട് ആ രൂപം എന്താ ചെയ്ത്? സമസ്ത ഗുണങ്ങളോട് കൂടിയതും, അതും വിഷ്ണു തന്നെയാണ് ആ രൂപത്തിൽ വന്നത്. അത് സമസ്ത ഗുണങ്ങളോടും കൂടി ദൈത്യരെയും ദാനവരെ അസുരര് എന്നിവരുടെയെല്ലാം വംശത്തെ ശുദ്ധീകരിക്കാനാണ് വന്നത്. എല്ലാ വംശങ്ങളെയും ആ കാലത്തുള്ള സ്ഥലങ്ങളെയെല്ലാം ശുദ്ധീകരിക്കുന്ന അവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പരമഭക്തനായ പ്രഹ്ലാദനും സമസ്ത ജനങ്ങളും ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദേശത്തപ്പോൾ പ്രഹ്ലാദനും ജനങ്ങളെല്ലാം കൂടി
ഈ ശ്രീഹരിയെ ഈ രൂപത്തിൽ ഉപാസിക്കുന്ന അവസ്ഥയിലാണ് ആ ദേശം ഉള്ളത്. എന്നിട്ട് അവരും സ്തുതിക്കുകയാണ്. ആര്? പ്രഹ്ലാദനും എല്ലാം ജനങ്ങളും ഈ മൂർത്തിയെയാണ് സ്തുതിക്കുന്നത്. അപ്പം ആ ദേശം അത്രയും പുരോഗമിച്ചു മറ്റേനെ കാട്ടി. നരസിംഹമൂർത്തിയായ ശ്രീനാരായണന് നമസ്കാരം, മുന്നിൽ പ്രത്യക്ഷനായി ദർശനം നൽകണേ. അതിനോട് പ്രാർത്ഥിക്കുന്ന മാതിരിയാണ്, നീ മുന്നിൽ വന്നിട്ട് എനിക്ക് ദർശനം നൽകണേ. വജ്രതുല്യ നഖങ്ങളും അതെല്ലാം ആ രൂപത്തിൻ്റെ വർണ്ണന നടത്തുകയാണ്. അതിനെപ്പറ്റിയെല്ലാം പിന്നെ പറഞ്ഞിട്ടുണ്ട് ആ കഥ. ദൃംശങ്ങളും കർമ്മഗ്രന്ഥികളെ ചുട്ടരിക്കുക, നമ്മുടെ കർമ്മഗ്രന്ഥികളെയെല്ലാം ചുട്ടരിക്കുക, അറിവില്ലായ്മയുടെ ഇരട്ടിനെ നിഗ്രഹിക്കുക, നമ്മൾ അറിവില്ലായ്മയെല്ലാം മാറ്റിത്തരണം. സർവവും ഞങ്ങൾ സമർപ്പിക്കുന്നു, നീ പ്രസാദിക്കുക, ആത്മാവിൻ്റെ ഭയം അകറ്റുക, ഓങ്കാര പൊരുളാണ് നീ, ഷ്രൗ എന്ന ബീജാക്ഷരത്തിൽ അടങ്ങിയ സത്യമാണ് നീ, നീ ഞങ്ങളുടെ പേടിയെല്ലാം തീർക്കണേ എന്ന് അവരവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആര്? പ്രഹ്ലാദനും അവിടുത്തെ ജനങ്ങളെല്ലാം. ഇനി 9 ലോകത്തിന് എല്ലാം ക്ഷേമമുണ്ടാകട്ടെ, ദുഷ്ടന്മാരെല്ലാം ദുഷ്ടത വിട്ട് നല്ല സദ്വൃത്തി ചെയ്യട്ടെ, നല്ല പ്രവൃത്തി ചെയ്യട്ടെ, സകല ജീവജാലങ്ങൾ തമ്മിൽ തമ്മിൽ മംഗളമായി ധ്യാനിക്കട്ടെ. ഓരോ ജനങ്ങളും പരസ്പരം മറ്റേ ആൾക്ക് മംഗളം ഉണ്ടാകട്ടെ എന്നാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്കല്ല, മറ്റേ ആൾക്ക് ഗുണം ഉണ്ടാകട്ടെ, മറ്റേ ആൾ എനിക്കുണ്ടാകട്ടെ, ഇങ്ങനെ പരസ്പരം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സ് നിർമ്മലമാകട്ടെ, ബുദ്ധി ഫലാസക്തി ഇല്ലാത്തതായി തീരട്ടെ, എന്തെങ്കിലും ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന ബുദ്ധി അല്ലാതാകട്ടെ, അത് ശ്രീനാരായണനിൽ സന്നിവേശിക്കട്ടെ. ഈ തരത്തിലാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 ഞങ്ങൾക്ക് ഗൃഹം, ഭാര്യ, മക്കൾ, ധനം, ബന്ധുക്കൾ എന്നിവയിൽ ആസക്തി ഉണ്ടാകരുത്. അതായത് ഭാര്യനെ പറ്റിയും മക്കളെ പറ്റിയുള്ള ആസക്തിയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പം അഥവാ വല്ല ആസക്തി ഉണ്ടാകണ്ടെങ്കിൽ അത് ഭഗവത് ഭക്തരുടെ നേരെയാണ്. ഭഗവാനിൽ ഭക്തിയായിട്ട് നടക്കുന്ന അത്തരം നല്ല ജനങ്ങളോടായിരിക്കണം നമ്മുടെ ആസക്തി. കേവലം ജീവസന്ധാരണ വൃത്തി കൊണ്ട് മാത്രം സന്തോഷവാനായി കഴിയുന്നുവോ, ജീവസന്ധാരണ വൃത്തി കൊണ്ട് മാത്രം സന്തോഷവാനായി കഴിയുന്നുവോ അവൻ വേഗത്തിൽ സിദ്ധി ലഭിക്കും. അതായത് ജീവിക്കുവാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. ഓരോരാളും ജനിച്ചത് ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. ആ കർമ്മം മാത്രം ചെയ്യുക. അല്ലാതെ എനിക്ക് വേണ്ടി എന്ന നിലയിൽ ആർത്തി പിടിച്ച് കർമ്മം ചെയ്യാതെ, നമ്മൾ ജനിച്ചത് എന്തൊക്കെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതങ്ങ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് സിദ്ധി വേഗം കൈവരും. ഇന്ദ്രിയ വിഷലോലുപൻ അങ്ങനെയല്ല. ഇന്ദ്രിയ വിഷയങ്ങളെ താല്പര്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവൻ, ആഗ്രഹിച്ചിട്ട് അവൻ്റെ അവസ്ഥ അങ്ങനെയല്ല. 11 ഭഗവത് പ്രിയ സംഘത്തിൽ ലുബ്ധനായതും സംഘങ്ങളൊന്നും കൂടിച്ചേരാതെ, ആരുമായിട്ട് ഭഗവത് സംഘങ്ങളൊന്നും കൂടിച്ചേരാതെ അസാധാരണ പ്രഭാവത്തോടുകൂടി, അസാധാരണമായ കഴിവോടുകൂടി ശ്രീനാരായണന്റെ ലീലകളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ചെവിയിൽ അവരുടെ അകത്ത് പ്രവേശിക്കുന്ന ഭഗവാൻ, അവരുടെ ഉള്ളിൽ ഭഗവാൻ വേഗം പ്രവേശിക്കും. അതായത് മറ്റുള്ള ആൾക്കാരെ ഒന്നും കൂട്ടം കൂടിയൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്തന്മാരുടെ പോലും കൂട്ടം അവരുടെ ഒന്നിച്ച് കൂട്ടം കൂടി നടക്കാതെ സ്വന്തം ബുദ്ധിയാൽ തന്നെ എന്ത് ചെയ്യുക, അസാധാരണ പ്രതിഭാസത്തോടുകൂടി ശ്രീനാരായണ ഈ കഥകളെല്ലാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ഭഗവാൻ പെട്ടെന്ന് പ്രവേശിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ മനസ്സിലെ മാലിന്യമെല്ലാം നീക്കും. എന്നാൽ തീർത്ഥങ്ങളിൽ അങ്ങനെ എപ്പോഴും ഇത് തന്നെ കേട്ടുകൊണ്ട് ഒറ്റയ്ക്ക് ഏകാന്തമായി അങ്ങനെ കഴിയുന്നവരുടെ മനസ്സിലെ മാലിന്യമെല്ലാം തീർക്കും. എന്നാൽ തീർത്ഥങ്ങളെ എപ്പോഴും കുളിച്ചുകൊണ്ടിരുന്നാലേ ശരീരത്തിലെ മാലിന്യം തീരുകയുള്ളൂ. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം മാലിന്യം പോകും. പക്ഷെ ശരീരത്തിലെ മാലിന്യം പോകണമെങ്കിൽ തീർത്ഥജലങ്ങളിൽ ഇടക്ക് പോയി കുളിച്ചുകൊണ്ട് ഇരിക്കണം.
ഭഗവാനിൽ കാമനാരഹിത ഭക്തി ഉണ്ടായാൽ അവനിൽ ദേവന്മാർ സമസ്ത ഗുണങ്ങളോടെ സന്നിവേശിക്കും. ഭഗവാനിൽ തന്നെ സ്നേഹം ഭക്തി ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ ദേവതകളും അവനിൽ എന്ത് ചെയ്യും? എല്ലാ ഗുണങ്ങളെയും നിറക്കും. അസത്തായ വിഷയങ്ങളിൽ മനസ്സ് വെക്കുന്നവർക്ക് അസത്തായ നശ്വരമായ നശിക്കുന്ന വസ്തുക്കളിൽ നമ്മൾ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ മനസ്സുമായി പാഞ്ഞു പോകുന്നവൻ ശ്രീഹരിയിൽ ഭക്തിയില്ലാത്തവനായി. അവന് പിന്നെ ശ്രീഹരിയിൽ ഭക്തിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മഹാന്മാർക്ക് ലഭിക്കുന്ന ജ്ഞാന വൈരാഗ്യ ഗുണങ്ങൾ അവരിൽ ഉണ്ടാവില്ല. ഏറ്റവും മഹാന്മാരായ ജനങ്ങൾക്ക് ലഭിക്കുന്ന ജ്ഞാനം ഏതാണ്? ആ ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം, ആ ഏകനായ ഈശ്വരനെ പറ്റിയുള്ള ജ്ഞാനവും വൈരാഗ്യം, എല്ലാത്തോടും വിരക്തി തോന്നുന്ന അവസ്ഥയും ഉള്ള മഹാന്മാരുടെ ഗുണങ്ങൾ ഒരിക്കലും കിട്ടില്ല. ഏത്? മായയിലപ്പെട്ട മനസ്സുമായിട്ട് വിഷയങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്നവന്. ഇനി 13 മത്സ്യങ്ങൾക്ക് ഇഷ്ടം വെള്ളമാണ്. മത്സ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വെള്ളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചത്തു. അതുപോലെ നമ്മുടെ ദേഹികൾക്ക് പ്രധാനപ്പെട്ടത് ശ്രീഹരിയാകുന്ന ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് ശ്രീഹരി. ആ നിലയിൽ നമ്മൾ അതിനെ കാണണം. ആ ആത്മസ്വരൂപം വിട്ട് ആ നിലയിലല്ലാതെ ഗൃഹാസക്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് കുടുംബജീവിതത്തിൽ ആസക്തനായിക്കൊണ്ട് മനസ്സ് വെച്ചാൽ അത് സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലെ വ്യത്യാസം മാത്രമേ ആവുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നിയ എന്താണ്? കാണുന്നതിലെല്ലാം വ്യത്യാസം. യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാം ബ്രഹ്മമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈദ്യനും ശൂദ്രനും പട്ടിയും പൂച്ചയും എല്ലാം ഒന്ന് തന്നെയാണ്. അത് ഒന്നായിട്ട് കാണില്ല. ഏതില്? ആ ആത്മാവില് ശ്രീഹരിയെ കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്ത്രീയും പുരുഷനും എന്നീ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക്, വ്യത്യസ്തമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് 14 പറയുകയാണ്, അതുകൊണ്ട് എന്ത് വേണം? തൃഷ്ണ, അഭിനിവേശം, ദുഃഖം, കോപം, അഭിമാനം, ആഗ്രഹം, ഭയം, ധൈര്യം എന്നിവക്കെല്ലാം അടിത്തറയായ ജനന മരണ ദുഃഖങ്ങളുടെ ചുഴലിയായ ഗ്രഹജീവിതം വിട്ട് ഈ ജനനമരണമായ ഒരു ചുഴലി മാതിരി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് അടിസ്ഥാനം എന്താണ്? ഗൃഹജീവിതമാണ്. നമ്മൾ കുടുംബജീവിതമായിട്ട്, അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ആ ഗൃഹസ്ഥാശ്രമത്തിൽപ്പെട്ട് അങ്ങനെ ആ കുടുംബമായിട്ട് മരിക്കുന്നത് വരെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ ജനന മരണ ദുഃഖങ്ങളുടെ ചുഴിയിൽപ്പെട്ട അലയും. അതുകൊണ്ട് ആ ഗൃഹസ്ഥാശ്രമ ജീവിതം വിട്ട്, അതായത് കുടുംബജീവിതം എല്ലാം മതിയാക്കി ഒരിടത്തു നിന്നും ഭയത്തിന് ഒരു കാരണവുമില്ലാത്ത നരസിംഹമൂർത്തിയുടെ പാദങ്ങളെ ഭജിക്കുക എന്ന് അവിടെയുള്ളവര് ചിന്തിക്കുകയാണ്. ആ ദേശത്തിലുള്ളവർ, ഏത്? ഹരിവർഷത്തിലെ ജനങ്ങൾ. ഇനി 15 കേതുമാലം എന്ന വർഷത്തിന്റെ കാര്യം പറയുകയാണ്. ഇപ്പൊ കേതുമാലം എന്ന വർഷത്തിലെ ജനങ്ങള് അതിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ദാമ്പത്യപരമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പൊ അതിലും പുരോഗമിച്ച ഒരു സ്ഥലമാണ് കേതുമാലം എന്ന വർഷം. അവിടെ ശ്രീ മഹാവിഷ്ണു ഭാര്യയായിട്ട് ശ്രീ ഭഗവതിയും ചേർന്ന് സമസ്ത സ്വരൂപനായ പ്രജാപതിയുടെ പുത്രന്മാർ, പ്രജാപതിയിലൂടെയാണല്ലോ പുത്രന്മാർ മനുഷ്യരുണ്ടായിരിക്കുന്നത്, പുത്രന്മാരും പുത്രിമാരുമെല്ലാമായിട്ട് മനുഷ്യരുടെ പൂർണ്ണായുസ് 100 വർഷമെന്ന
100 വർഷത്തിൻ്റെ അത്രയും രാത്രിയും പകലും, അതായത് 36,000-ഓളം വരുന്ന ആ വർഷത്തിൻ്റെ അധിപതികൾ, ആ വർഷത്തിനും ഓരോ വർഷത്തിനും അതിൻ്റെതായ അധിപതികളുണ്ട്, ഭരിക്കുന്നുണ്ട്. അതായത് ശുക്രദശ, ബുധദശ എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഓരോ അധിപതികളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ജാതകപ്രകാരം ആദ്യം ഇത്ര വർഷം ഇന്ന ദശ ഇങ്ങനെയെല്ലായിട്ട് വർഷത്തിൻ്റെ അധിപന്മാർ ആഗ്രഹങ്ങൾ ഭരിച്ചുകൊണ്ട്, അതായത് 100 വർഷത്തോളം പ്രായമാകാനുള്ള ആഗ്രഹത്താൽ കാമദേവ സ്വരൂപത്തോടെ, കാമദേവന്റെ രൂപത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. കാമദേവനായിട്ടാണ് ശ്രീ വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഭാര്യയും, അതായത് ശ്രീ ഭഗവതിയും കാമദേവ സ്വരൂപത്തിലൂടെയാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അവര് കാലസ്വരൂപമായ ചക്രത്തിൻ്റെ തേജസ്സിനാൽ, അവരെ കാലചക്രത്തിൻ്റെ, അതായത് ജ്യോതിഷ ചക്രത്തിൻ്റെ ആ തേജസ്സിനാൽ മനസ്സിൽ അമ്പരപ്പുളവാക്കുന്ന ഏതൊരു സ്ത്രീയുടെ ഗർഭങ്ങൾ ധ്വംസിക്കപ്പെട്ട് സംവത്സര, ആ സ്ത്രീയുടെ ഗർഭത്തിലെല്ലാം മരിച്ച് നല്ല കുട്ടികളെയെല്ലാം ജനിപ്പിച്ചുകൊണ്ട് അവസാനം എന്ത് പറ്റുന്നു? സംവത്സരാവസാനത്തിൽ ആ കാലഘട്ടം അവസാനിക്കുമ്പോൾ, വയസ്സാകുമ്പോൾ ജീവനില്ലാതെ വീണ് കിടക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കാമത്തിന് അടിമപ്പെട്ടിട്ട് ജീവിച്ചിട്ട് അവസാനം ആ ആയുസ് തീരുമ്പോൾ ജീവനില്ലാതെ മരിച്ചു പോകുന്നു ആ കാലഘട്ടം. അതായത് നമ്മളെല്ലാം ജീവിക്കുന്ന കാലഘട്ടം മാതിരിയാണ് കേതുമാലം എന്ന വർഷത്തിലെ ആ കാലത്തിലെ മനുഷ്യരുടെ അവസ്ഥ. ഇന്ന് നമ്മളെല്ലാം ജീവിക്കുന്ന ആ അവസ്ഥയാണ് അവിടെയുള്ളത്. അപ്പോൾ ഒരു ദേശത്തിൽ ആദ്യം സൃഷ്ടിയിൽ മനുഷ്യർ മറ്റേ വേദങ്ങൾ ഉദ്ധരിക്കുന്ന കാലഘട്ടം പോലെയാണ്. രണ്ടാമത്തേതിലാകട്ടെ നരസിംഹ അവതാരത്തിൻ്റെ കാലഘട്ടം പോലെയാണ്. ഇവിടെയാകട്ടെ കാമദേവന്റെ കാലഘട്ടത്തെ പോലെയാണ്. കാമങ്ങളാണ് പ്രധാനം. അവിടെ കാമത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ജനങ്ങൾ ജീവിക്കുന്നത്. 16 പറയാം, അത്യന്തം ആകർഷകമായ ശൃംഗാരത്തോടെയും മോഹന മന്ദസ്മിതത്തോടെയും കൂടി, ശൃംഗാരഭാവങ്ങളെല്ലാം അവിടെ കാണാം, മന്ദസ്മിതങ്ങൾ കാണാം, ഭീഷണലീലകൾ, കണ്ണിരുത്തി കാണിക്കുക, നമ്മൾ കണ്ടിട്ടില്ല, കണ്ണു ചിമ്മിയെല്ലാം കാണിക്കുന്ന പരിപാടികളുണ്ട്. ശൃംഗാരം, മന്ദസ്മിതം, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ കാണാൻ കൊണ്ട് സുന്ദരമായ മുഖകമലകാന്തിയാൽ ശ്രീ ഭഗവതിയെ രമിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്നു. അപ്പം അവിടെ കാമദേവനും ഭാര്യ എന്ന നിലയിലാണ് അവിടെ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് കാര്യങ്ങളെല്ലാം നടപ്പായിക്കൊടുക്കുന്നത്. എല്ലാവരും പ്രേമിച്ച് കല്യാണം, മറ്റേ ഈ ദാമ്പത്യപരമായ ആ തരത്തിലുള്ള കാര്യത്തിലങ്ങ് പോവുകയാണ്. അങ്ങനെ ആ ശ്രീ ഭഗവതി പ്രദ്യുമ്നമൂർത്തിയുടെ ആ സ്വരൂപത്തെ ശ്രീ ഭഗവതി ഉപാസിക്കുന്നുണ്ട്. ആരോടൊപ്പം? ഈ പ്രജാപതിയുടെ പുത്രിമാരോടൊത്തുകൂടി രാത്രികളിലും അവരുടെ ഭർത്താക്കന്മാരോടൊത്ത് പകലുകളിലും ഉപാസിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ പ്രാർത്ഥിക്കുന്ന ഒരു രൂപം ഇവിടെ പറയുകയാണ്. സമസ്ത ഇന്ദ്രിയങ്ങളുടെയും നിയന്താവായ പ്രദ്യുമ്നമൂർത്തി സമസ്ത ഇന്ദ്രിയങ്ങളുടെയും, ഇന്ദ്രിയ സുഖത്തിലാണ് അവരെ ആ കാലഘട്ടത്തിൽ താല്പര്യമുള്ളത്, അതിൻ്റെ നിയന്താവായ പ്രദ്യുമ്നമൂർത്തി എല്ലാ ക്ഷേത്രപദാർത്ഥങ്ങളുടെയും ലക്ഷ്മീകരിക്കപ്പെട്ട് സ്വരൂപത്തോടെ, അപ്പം എല്ലാ പദാർത്ഥങ്ങളായിട്ട് മാറി വ്യത്യസ്ത തരം പദാർത്ഥങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട്, അതായത് ശുദ്ധമായ ഭൗതികതയിൽ ആ ലക്ഷ്മി ദേവി അപ്പോൾ
പുരുഷനും പ്രകൃതി, സുന്ദരമായ പ്രകൃതിയായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് പുരുഷനും പ്രകൃതിയാണല്ലോ ലക്ഷ്മി ദേവി. അപ്പൊ അവര് എല്ലാ സൗഭാഗ്യങ്ങളുമായി പദാർത്ഥങ്ങൾ വ്യത്യസ്ത പദാർത്ഥങ്ങളായിട്ട് ലക്ഷ്മീകരിക്കപ്പെട്ട് സ്വരൂപത്തോടെ ക്രിയകൾക്കും ജ്ഞാനങ്ങൾക്കും സങ്കല്പങ്ങൾക്കും. അപ്പം ആ സമയത്താണ് പലതര ക്രിയകൾ ഇവിടെ നടക്കുന്നത്, പലതരം ജ്ഞാനങ്ങൾ നേടുന്നത്. അവർക്കെല്ലാം പലതരം സങ്കല്പങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത്. അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അധിപതിയായി. അപ്പൊ ആ ലക്ഷ്മി ദേവി അവരുടെ എല്ലാം അധിപതിയാണ്. എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ ജ്ഞാനങ്ങളുടെയും എല്ലാ ക്രിയകളുടെയും എല്ലാം അധിപതി ആരാണ്? ഈ ലക്ഷ്മി ദേവിയാണ്. അപ്പം പ്രകൃതിയും പുരുഷനും പ്രകൃതിയും ഇവിടെ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളുടെയും നേതൃത്വം ഭഗവതിക്കാണ്. അത് 16 കലകളാൽ സംഭവിച്ചു. 16 കലകളിൽ നിന്നെല്ലാം പറയുന്നത് മുമ്പ് പറഞ്ഞതാണ്. നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടിയിട്ട് 16 കലകളോടുകൂടിയാണ് ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അത് പൂർണ്ണ വളർച്ചയെത്തിയ അവസ്ഥ. അതിലൂടെ അന്നസ്വരൂപമായി പലതരം ഭോജന വസ്തുക്കളെല്ലായിട്ട് മാറിക്കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആ ദേശത്തെ ആൾക്കാർ ജീവിക്കുന്നു. അമൃതസ്വരൂപനായി സമസ്ത വിഷയങ്ങളുടെ പ്രാപ്തിക്ക് സഹായകമായി എല്ലാ പദാർത്ഥങ്ങളും വ്യത്യസ്ത തരം പദാർത്ഥങ്ങളാണ് ആ പലതരം. മനുഷ്യൻ തന്നെ കൃത്രിമമായിട്ട് പലതരം സാധനങ്ങൾ ഉണ്ടാക്കും, മൊബൈൽ ഉണ്ടാക്കും, ടി വി ഉണ്ടാക്കും. അങ്ങനെ മാക്സിമം മനഃശക്തിയിലും ഇന്ദ്രിയ ശക്തിയിലും ദേഹശക്തിയിലും വർത്തിക്കുന്നവനായി മനഃശക്തി ഉണ്ടാവും. ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട് ദേഹശക്തിയിൽ ശരീരമെല്ലാം അതല്ല. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ജിമ്മിലും എല്ലാം പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് അവിടെയുള്ളത്. എല്ലാം ഇന്നുള്ള എല്ലാം ഉണ്ട്. അങ്ങനെ കമനീയ അംഗമായി കാമദേവനായി മാറിയ അങ്ങേക്ക് നമസ്കാരം. അപ്പം ആ ദേശത്തില് എല്ലാ ഭൗതിക സുഖങ്ങളുടെയും പിന്നാലെ കാമദേവന്റെ കാമങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് വിഷ്ണു മാറിയിരുന്നത്. ആ ദേശത്തിൽ വിഷ്ണു ആ അവസരത്തിലാണ്, ആ രൂപത്തിലാണ്, കാമദേവനാൻ ഭാര്യ എന്ന നിലയിലാണ് വിഷ്ണുവിൻ്റെ ആ ദേശത്തിലെ അവസ്ഥ. സ്ത്രീകൾ പൊതുവെ 19 സ്ത്രീകൾ പൊതുവെ ഇന്ദ്രിയങ്ങളിൽ കൂടിയിരിക്കുന്ന അങ്ങയെ ആരാധിച്ചു. സ്ത്രീകളെല്ലാം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി കാണുക, നല്ലത് കാണുക, കേൾക്കുക, ഇതിൻ്റെ എല്ലാം പിന്നാലെയാണ് സ്ത്രീകൾ. പതിയായി ആഗ്രഹിക്കുന്നവനാകട്ടെ അവർ പതിയായിട്ട് ആഗ്രഹിക്കുന്നവനാകട്ടെ അപ്പം അവരെ സ്ത്രീകളെ എല്ലാ ഇന്ദ്രിയ സുഖങ്ങൾക്കെല്ലാം താല്പര്യപ്പെട്ടുകൊണ്ട് അവർ പതിയായിട്ട് ആരെ ആഗ്രഹിക്കുന്നു, ഭർത്താവായിട്ട് ആരെ ആഗ്രഹിക്കുന്നുവോ. പക്ഷെ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവർക്ക് സന്തതിയിലോ ജീവിതത്തിലോ സന്താനത്തിലോ അവർക്ക് സന്താനത്തെയോ സമ്പത്തിനെയോ ജീവിതത്തെയോ. അപ്പൊ അവള് പതിയായി ആരെ ആഗ്രഹിക്കുന്നുവോ ആ പതിക്ക് സന്താനത്തെയോ സമ്പത്തിനെയോ ജീവിതത്തിനെയോ ഒന്നും അത്ര വലിയ പാലിക്കുന്നവരൊന്നും അല്ല. സ്ത്രീകൾക്ക് ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ സമ്പത്ത്, മക്കള്, അത് ഇത് കാര്യത്തിൽ ഭയങ്കര താല്പര്യമുള്ളവരാണ്. അവൾ ആഗ്രഹിക്കുന്നത് ഭർത്താക്കന്മാരും അങ്ങനെയല്ല ആകണമെന്നാണെങ്കിലും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തതികളുടെ കാര്യത്തിൽ ഇവൾക്കുള്ള അത്ര താല്പര്യമൊന്നും, മക്കളോടുള്ള താല്പര്യം സ്ത്രീക്കുള്ള അത്രയൊന്നും പുരുഷന്മാർക്കില്ല. സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്രയൊന്നുമില്ല. ജീവിതത്തെപ്പറ്റി തന്നെ അവർക്ക് അത്ര വലിയ ചിന്താഗതികളൊന്നുമില്ല. കാരണം
അവർ പരാധീനന്മാരാണ്. പുരുഷന്മാര് പരാധീനന്മാരാണ്. അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, സ്ത്രീകളെ മാതിരിയല്ല. ഇനി 20 അപ്പം ഭർത്താക്കന്മാർ പരാധീനന്മാരാണ്. കാരണം അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട്. സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അത്രയും കുടുംബത്തെ പറ്റി എല്ലാം ചിന്തയുള്ള ഭർത്താക്കന്മാരെയാണ്. പക്ഷെ ഭർത്താക്കന്മാർ പരാധീനന്മാരാണെന്ന് പറയുന്നത്. അവർക്ക് കുറേ പാളിച്ചെല്ലാം ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. അതേസമയം 20 പറയുന്നു, യാതൊരാൾ സർവ്വജനങ്ങളെയും അവരുടെ ഭയങ്ങളിൽ നിന്നും പാലിക്കുന്നുവോ അവരാണ് ശരിയായ പതി. ശരിയായ പതിയാരാണ്? ഭർത്താവ് എന്ന് പറയുന്നത് ജനങ്ങളെയും അവരുടെ ഭയങ്ങളിൽ നിന്നും പാലിക്കുന്നുവോ. സ്ത്രീകൾക്ക് കുറച്ച് ഭയം കൂടുതലാണ്. ജീവിതത്തെപ്പറ്റി, ഭാവിയെപ്പറ്റിയെല്ലാം ഭയം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് മക്കളോടുള്ള കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിലെല്ലാം അവർക്ക് ഇത്രയും ഒരു ആകാംക്ഷ. എന്നാൽ പുരുഷന്മാർ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അങ്ങനെ പരാധീനതകളുമായിട്ട് നടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ്. എന്നാൽ ഏറ്റവും നല്ല സംരക്ഷണം, ജനങ്ങളുടെ ഭയമെല്ലാം അകറ്റിയിട്ട് നീക്കുന്ന ഒരു പതി എന്നത് യഥാർത്ഥത്തിൽ അതാണ് ശരിയായ പതി. ഭാര്യയുടെ ഭയങ്ങളും എല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് എപ്പോഴും സംരക്ഷണം കൊടുത്തുകൊണ്ട് നടക്കുന്നതാണ് യഥാർത്ഥ പതി. പക്ഷേ അത് നിന്തിരുവടി മാത്രമാണ്. അത് എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അവളുടെ എല്ലാ സപ്പോർട്ടായിട്ട് എല്ലാ ദുഃഖങ്ങളും എല്ലാം പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന ശക്തി ആരേ ഉള്ളൂ? പതിയായിട്ട് യഥാർത്ഥത്തിൽ നിന്തിരുവടി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൾ ആഗ്രഹിക്കുന്നില്ല ഭർത്താവ് ഇങ്ങനെയല്ല ആണെന്നല്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭർത്താക്കന്മാർ പൊതുവെ അതിലെല്ലാം കുറച്ച് പിന്നോട്ടാണ്. അവർ പരാധീനന്മാരാണ്. കാരണം സ്വരൂപാനന്ദമാണ് അതിൻ്റെ സ്ഥാനം. കാരണം ഈശ്വരനെ ആരാധിക്കുക എന്ന് പറയുന്നത് ആ ഈശ്വരനെ, അതാണ് ശരിയായ പതി എന്ന് പറഞ്ഞല്ലോ. ആ പതിയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിൽ തന്നെ അതിനെ ദർശിക്കുകയാണ്. അതിലൂടെ സ്വരൂപാനന്ദമാണ് അതിൻ്റെ സ്ഥാനം. സ്വരൂപാനന്ദം തന്നെ ആ ശക്തിയായിട്ട് കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ആനന്ദം കിട്ടും. അതാണ് യഥാർത്ഥ പതി. അനേകം സ്വതന്ത്ര പതിമാർ സമൂഹത്തിലുണ്ടായാൽ അവർ തമ്മിൽ തർക്കമുണ്ടാകും. അങ്ങനെ പതിമാർ, അങ്ങനെ കുറേ ഭർത്താക്കന്മാർ വിശ്വസിക്കാൻ കൊള്ളുന്നവരെല്ലാം സമൂഹത്തിൽ ഉണ്ടായാൽ എന്ത് പറ്റും? അവർ തമ്മിൽ തർക്കമുണ്ടാകുമെന്ന് പറയുകയാണ്. കുറേ പേരുണ്ടായാൽ, കുറേ പതിമാരുണ്ടായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ശരിയായ പതി എന്ന് ഭർത്താവ് എന്ന് പറയുന്നത് ആര് മാത്രമാണ്? ആ ഈശ്വരൻ. സ്ത്രീകൾക്ക് ശരിയായ ഭർത്താവ് എന്ന് പറയുന്നത് ആ ഈശ്വരൻ മാത്രമാണ്. അല്ല വേറെ അതേമാതിരിയുള്ള പതി, ഇതേമാതിരി വിശ്വസിക്കാൻ പറ്റുന്ന ഭർത്താക്കന്മാരുണ്ടായിപ്പോയാലും ഈ പതിമാർ തമ്മിൽ അടിപിടി കൂടും. അതുകൊണ്ട് അത് അനുവദിച്ചിട്ടില്ല. ആകെ ഒരൊറ്റ പതിയേ ഉള്ളൂ, അത് ഈശ്വരൻ മാത്രമാണ്. അത് സ്ത്രീകൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരൊറ്റ പതിയേ ഉള്ളൂ, അത് ഈശ്വരനാണ്. അത് സ്വരൂപാനന്ദമാണ്. സ്വരൂപത്തിൽ തന്നെ കണ്ട് അതിൽ ലയിച്ചു കൊണ്ടിരിക്കുക. അല്ലാതെ വേറെ പതിനെ തെറ്റിയാലൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ആ നിന്തിരുവടിയുടെ പാദങ്ങളെ ആരുപാസിക്കുന്നുവോ, അങ്ങനെയുള്ള ആ നിന്തിരുവടിയുടെ പാദങ്ങളെ ആരുപാസിക്കുന്നുവോ അവൾ സർവകാമങ്ങളെയും പ്രാപിക്കുന്നവരായി മാറും. അവളുടെ എല്ലാ കാമങ്ങളും പ്രാപിക്കുക. അവർക്ക് മാത്രമേ കാമങ്ങളെ പ്രാപിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിടത്തോളം കാലം അവളെ കാമങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ അഭിലാഷത്തോടെ ആരാധിച്ചാൽ ആ അഭിലാഷം മാത്രമേ ഭഗവാൻ നൽകൂ. പക്ഷേ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ആ ഭക്തനെ, ആ ശക്തിയെ ആരാധിച്ചാൽ അവളുടെ ആ അഭിലാഷം മാത്രമേ സാധിപ്പിച്ചു കൊടുക്കൂ. അവളെന്തെങ്കിലും നേടണം, ഇന്നൊന്ന് കിട്ടണം എന്ന് വെച്ചുകൊണ്ട് ആ ശക്തിയെ
ആ ഭഗവാനെ ആരാധിച്ചാൽ ആ കാര്യം സാധിപ്പിച്ചോളൂ. അല്ലാതെ പൂർണ്ണമായിട്ടൊന്നും കിട്ടാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് കിട്ടണ്ടെങ്കിൽ പൂർണ്ണമായി അതിൽ ലയിച്ചുകൊണ്ട് ആ ശക്തിയിൽ ലയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ അത് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ട് എനിക്ക് ഇന്ന് സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നടക്കുകയാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും. പക്ഷെ ആഗ്രഹം സാധിപ്പിച്ച് കഴിയുന്നതോടുകൂടി അവർക്ക് പിന്നെ എന്ത് പറ്റും? ആ ഫലം നഷ്ടപ്പെടും. കാരണം നമുക്കൊന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് താല്പര്യം നശിക്കും, വീണ്ടും തപത്തിൽപ്പെടുകയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കും, നല്ലൊരു ബിരിയാണി കഴിക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ ആ ആ താല്പര്യം എത്ര വരെയുണ്ട്? ആ ബിരിയാണി കിട്ടുന്നത് വരെ. ബിരിയാണി തിന്നു കഴിഞ്ഞാൽ അയ്യേ വെറുതെ ഇത് വാരി വലിച്ചു കയറ്റി ഇപ്പോൾ ഉറങ്ങാനും പറ്റുന്നില്ല, ഒരുമാതിരി കിടക്കണമെന്ന് പറയും. എന്ത് സുഖമാകെ അങ്ങനെ എന്തെങ്കിലും ഭൗതിക സുഖങ്ങളാണ് സ്ത്രീകൾ ആ ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ അടുത്ത നിമിഷം മുതൽ പിന്നെയും പഴയപടി ആകും. അതുകൊണ്ട് ശരിയായ പതി എന്ന നിലയിൽ അതിനെ വിശ്വസിച്ച് അതിൽ തന്നെ മനസ്സർപ്പിച്ച് സ്വ ആനന്ദത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇനി 22. ബ്രഹ്മാവ്, വിഷ്ണു, ദേവന്മാർ എന്നിവർ ഇന്ദ്രിയ സംബന്ധിയായ വിഷയങ്ങളിൽ ബുദ്ധി വെച്ച്, നേരത്തെ തന്നെ പറഞ്ഞ നമ്മളെപ്പോലെ തന്നെയുള്ള കക്ഷികൾ തന്നെയാണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം. അവരെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ ഈ മായയിൽ അകപ്പെട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉപാസിക്കുന്ന ആരെയായിരിക്കും? ശ്രീഹരിയെ ആയിരിക്കില്ല, ഈ ലക്ഷ്മിയെ ആയിരിക്കും. അവർക്ക് സൗഭാഗ്യമാണ് വേണ്ടത്. കാരണം പുരുഷനും പ്രകൃതിയും അവർ നല്ലൊരു പ്രകൃതി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് ബ്രഹ്മാവ്, ശിവൻ, ദേവന്മാരെല്ലാം. നമ്മളെല്ലാം നല്ലൊരു ലോകം ഉണ്ടാക്കാൻ, നല്ല വീട്, റോഡ്, അത് ഇത്, കാറ്, ഇതെല്ലാം നമ്മൾ ശ്രമിക്കുമ്പോൾ അതേമാതിരിയുള്ള റോഡുകളെല്ലാം പെട്ടൽ തന്നെയാണ് നല്ലൊരു ലോകം ഉണ്ടാക്കുക തന്നെയാണ് ബ്രഹ്മാവിൻ്റെയും താല്പര്യം. ലോകത്തിൽ നല്ല വീടുകൾ വേണം, നല്ല റോഡുകൾ വേണം, ഈ സൃഷ്ടി അതിന് വേണ്ട മനുഷ്യർ വേണം, അതിന് പറ്റിയ ആൾക്കാരെ സൃഷ്ടിക്കണം. ഇതിലെല്ലാം ബ്രഹ്മാവിന് താല്പര്യം. വിഷ്ണു അതിനെല്ലാം പരിപാലിച്ച പൊടി തട്ടി എല്ലാം സംരക്ഷിച്ച് നിർത്തുക, ശിവൻ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് നശിപ്പിക്കുക. ഇങ്ങനെയെല്ലാം ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ബ്രഹ്മാവ്, ശിവൻ, ദേവന്മാരെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവരെല്ലാം ആരാധിക്കുന്ന എന്നെയാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെയാണ് ആരാധിക്കുന്നത്, അല്ലാതെ ശ്രീഹരിയെ അല്ല. അപ്പൊ അത് ലഭിക്കുവാനായി ബുദ്ധി വെച്ച് ഈ ഭൗതിക സുഖങ്ങളിൽ, ലോകങ്ങളിൽ ചിന്ത വെച്ചാണ് ബ്രഹ്മാവ്, ശിവൻ, ദേവന്മാരെല്ലാം കഠിന തപസ് ചെയ്യുന്നു. ആരെ ലഭിക്കുവാൻ? ലക്ഷ്മിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി. എന്നാൽ എന്നെ നിൻ തിരുവടിയുടെ പാദപത്മത്തിനെ പൂജിക്കുന്ന ഭക്തന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷെ എന്നെ ബ്രഹ്മാവും ശിവനും ദേവന്മാരും ഒന്നും വിചാരിച്ചാലൊന്നും എന്നെ കിട്ടില്ല. എന്നെ കിട്ടണ്ടെങ്കിൽ എൻ്റെ ഭർത്താവായ നിൻ തിരുവടിയെ, അദ്ദേഹത്തെ പൂജിക്കുന്നവർക്ക് മാത്രമേ എന്നെ കിട്ടുകയുള്ളൂ. അപ്പം ശിവൻ അല്ലെങ്കിൽ ശ്രീഹരി വേണ്ട, എനിക്ക് ലക്ഷ്മി മതി എന്നും വെച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ആ നിൻ തിരുവടിയെ, ശ്രീഹരിയെ ഭക്തി അർപ്പിച്ച് നീങ്ങുന്നവന് മാത്രമേ എന്നെ പ്രാപ്തമാവുകയുള്ളൂ. കാരണം ഞാൻ അങ്ങയിൽ സർവദാ അർപ്പിതനാണ്. ഞാൻ ആ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ആ ശ്രീഹരിയിലാണ് ഞാൻ എന്നെ തന്നെ അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ആ ശ്രീഹരിയിൽ.
പ്രകൃതി പുരുഷനിൽ അർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ പുരുഷനെ ആരാധിക്കുന്നവന് മാത്രമേ എന്നെയും കിട്ടിയുള്ളൂ. കാരണം ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെയാണ്. അപ്പം അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് എന്നെയും കിട്ടും. ഇനി 23 അതുകൊണ്ട് ലക്ഷ്മി ദേവി ഭഗവാനോട് പറയുകയാണ്, നിൻതരുവടിയുടെ കൈ ഏതൊരു ഭക്തന്റെ തലയിൽ വെക്കുകയാണോ, അതായത് ഭർത്താവോട് പറയുകയാണ്, ശ്രീഹരിയോട് പറയുകയാണ് ലക്ഷ്മി, അങ്ങയുടെ ഏതൊരു ഭക്തന്റെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുകയാണോ അതേ കൈ എൻ്റെ മേലെയും വെച്ച് തലയിലും വെച്ച് അനുഗ്രഹിക്കുക. കാരണം എന്നെ അടയാളമായിട്ട് ഭഗവാൻ ധരിക്കുന്നുണ്ട്. ഭഗവാൻ എന്നെയും കൂടിയും ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ആരെ അനുഗ്രഹിക്കുന്നതും അത് എന്നിൽ തന്നെയാണ് വന്ന്, പ്രകൃതിയിൽ തന്നെയാണ് വന്നു ചേരുന്നത്. ഭക്തന്മാരെ അനുഗ്രഹിക്കുമ്പോഴും അത് പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയിൽ തന്നെയാണ് അത് വന്നു ചേരുന്നത്. എന്നിട്ട് പറയുകയാണ്, ആ ശക്തിയുടെ മായയെ ഊഹിക്കുവാൻ ആർക്കാണ് കഴിയുക? ഈ ഒരു വിശേഷണം, ഈ മായ പറ്റി ആർക്കാണ് ഊഹിച്ച് മനസ്സിലാക്കുവാൻ പറ്റുക? കാരണം അത്രയും നിഗൂഢമായ ഒരു തത്വമാണ് അത്. ഇനി 24 രമ്യകമായ വർഷത്തിൽ. അപ്പോൾ ആ വർഷത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വേറൊരു സ്ഥലത്തിൻ്റെ കാര്യം പറയുകയാണ്, ഒരു വിഭാഗത്തിൻ്റെ. രമ്യകമായ വർഷത്തിൽ ആ വർഷത്തിൻ്റെ അധിപനായ വൈവസ്വത മനു. അപ്പോൾ ഒരു വൈവസ്വത മനുവിലൂടെയാണ് പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളും സൃഷ്ടികളും എല്ലാം ഉണ്ടാകുന്നത്. വൈവസ്വത ഒരു മനുവിൽ നിന്നാണ് പിന്നെ പുതിയ മനുഷ്യവംശവും ജീവജാലങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മന്വന്തരം തുടങ്ങുന്ന സമയത്താണ് ഈ രമ്യകമെന്ന വർഷത്തിൽ സംഭവിക്കുന്നത്. അവിടെ ഒരു വൈവസ്വത മനുവിൽ കൂടി ഒരു മന്വന്തരം ആരംഭിക്കുകയാണ്. കാട്ടിക്കൊടുത്ത മത്സ്യാവതാരം അദ്ദേഹം എപ്പോഴും ഭക്തിയോഗത്തോടെ ആരാധിക്കുന്നു. അപ്പോൾ മന്വന്തരത്തിൽ തുടങ്ങുമ്പോൾ അദ്ദേഹം മത്സ്യാവതാരം തൊട്ടിട്ടുള്ള കാര്യങ്ങളെ ഭവ്യതയോടെ ആരാധിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പം മന്വന്തരങ്ങളിൽ നിന്നാണ് ഈ സമ്പൂർണമായ അവതാരങ്ങളെ പറ്റിയെല്ലാം അദ്ദേഹം ആരാധിക്കുന്നത്. അദ്ദേഹം സ്തോത്രത്തിലൂടെ ജപിക്കുന്നത് 25 പറയുകയാണ്. അദ്ദേഹം സ്തോത്രത്തിലൂടെ ജപിക്കുന്ന എന്തെല്ലാമാണെന്ന് വെച്ചാൽ, സർവ ഐശ്വര്യങ്ങളുടെയും ഗുണങ്ങളുടെയും നിന്തിർവടിക്ക് നമസ്കാരം. കാരണം മത്സ്യം തൊട്ട് കൂട്ടുന്ന എല്ലാ അവതാരങ്ങളും എല്ലാ സൃഷ്ടിക്രമങ്ങളും പൂർത്തിയായി, പ്രപഞ്ചം ഉണ്ടായിക്കഴിഞ്ഞു. ഇനി മന്വന്തരത്തിലൂടെ പുതിയൊരു മനുഷ്യ സമൂഹം, ജീവജാലങ്ങളുടെ സമൂഹങ്ങളെല്ലാം ഉണ്ടായിട്ട് ഒരു സുന്ദരമായ ലോകമാകാൻ പോവുകയാണ്. അതുകൊണ്ട് അതിലൂടെ എന്താണ് കിട്ടാൻ പോകുന്നത്? ജീവജാലങ്ങൾക്ക്, ആ മന്വന്തരങ്ങളിലുള്ള ജീവജാലങ്ങൾക്ക് സമസ്ത ഐശ്വര്യങ്ങളുടെയും ഗുണങ്ങളുടെയും നിന്തിരുവടിക്ക് നമസ്കാരം. സത്വഗുണത്തോടെ അന്തരാമിയായി, സത്വഗുണങ്ങളുടെ, സത്വരജോ തമോ ഗുണത്തിലൂടെയാണ് പിന്നെ ലോകത്തിലെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അത് ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളുടെ സത്വരജോ ഗുണങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് സൂത്രാത്മക ശക്തിയായി ആ മനസ്സിൽ അകത്തിരുന്നു കൊണ്ട് പല സൂത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട്, എന്താണത് സൂത്രങ്ങൾ? എന്തെല്ലാണ്? മനസ്സ്, ഇന്ദ്രിയം, ശരീരം എന്നിവയുടെ ശക്തിയിലൂടെ. അപ്പോൾ സത്വഗുണങ്ങൾ, സത്വരജോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഉള്ളിലിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണ്.
ഏതിലൂടെ സിഗ്നലെല്ലാം സ്വീകരിക്കും? ഇന്ദ്രിയങ്ങളുടെയും മനസ്സിലൂടെയും ശരീരത്തിലൂടെയും എല്ലാം ഭൗതിക ലോകങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എന്നിട്ട് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന ആ മത്സ്യമൂർത്തിക്ക് നമസ്കാരം. അപ്പം നമ്മൾ പിന്നെ ഇനിയിപ്പം പോകാൻ പോകുന്നത് എന്താണ്? സത്വ രജോ ഗുണ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൃഷ്ടിക്രമങ്ങളെല്ലാം അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിലവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരമെല്ലാമാണ്. ഇതിനെല്ലാം കാരണമായി തീർന്ന ആദ്യത്തെ അവതാരം മത്സ്യാവതാരത്തിന് നമസ്കാരം. ഇനി 2 സകല യോഗ പാലകന്മാരിൽ കൂടി അകത്തും പുറത്തും കാണപ്പെടാത്ത രൂപത്തോടു കൂടിയ ലോകത്തെ പരിപാലിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും അകത്തും പുറത്തും ആരുണ്ട്? ആ ശക്തിവിശേഷമുണ്ട്. എങ്ങനെ? കാണപ്പെടാത്ത രൂപത്തോടു കൂടി. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും മന്വന്തരങ്ങളിലുള്ള ഇവിടെ ഉണ്ടാകുന്ന ജീവജാലങ്ങളെല്ലാം കർമ്മം ചെയ്യുന്നത് ആ ശക്തിവിശേഷം തന്നെയാണ് ഉള്ളിലിരുന്നു കൊണ്ട്. പക്ഷെ അതേസമയം ആ ശക്തിവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ കാണപ്പെടാത്ത രൂപത്തോടു കൂടിയാണ് ആ ശക്തി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അത് വേദാത്മക നാദമായി കരുതുന്നു. അതിനെ വേദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്കുള്ള അറിവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? വേദാത്മക നാദമായി കരുതുന്നു, വേദങ്ങളുടെ നാദമായി കരുതുന്നു. വേദങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു ശക്തിവിശേഷം നമ്മളെ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല. മരം കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയ പെൺപാവയെ പോലെ, മരം കൊണ്ട് ഒരു മനുഷ്യന് ഒരു പെൺപാവയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്താ പ്രത്യേകതയുള്ളത്? കാണാൻ ഇങ്ങനെ ഒന്നുണ്ട് എന്നതിൽ കഴിഞ്ഞ് അതിന് വേറെ പ്രാധാന്യമൊന്നും ഇല്ല. ഒരു പെൺപാവയെ ഉണ്ടാക്കുകയാണ്, പക്ഷെ മരം കൊണ്ടാണ്. അതിനെ കൊണ്ടെന്താ കാര്യം? വലിയ പ്രാധാന്യമൊന്നുമില്ല. കണ്ടിങ്ങനെ നോക്കിയിരിക്കാം. അതേപോലെ ആ ശക്തിവിശേഷം എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ വിശ്വത്തെ വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ, മായാകുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ആ മനുഷ്യന് മരം കൊണ്ടുള്ള പാവേനക്കത്ര എന്ത് പ്രാധാന്യമാണോ ഉള്ളത്, അതുപോലെ തന്നെ മായാൽ ഈ ജീവജാലങ്ങളെയെല്ലാം വർണ്ണാശ്രമ ധർമ്മത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുമായിട്ട് ഒരു പ്രാധാന്യമില്ല. എന്തോ ഒരു മായ കാട്ടിക്കൂട്ടി മനുഷ്യൻ ഒരു പാവ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു പാവകണക്കിനാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ മനുഷ്യരെ കൊണ്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്ന തരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ് ഇതിന് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ആർക്ക്? ഈ സൃഷ്ടിച്ച ശക്തിക്ക് ഇവിടെ നടക്കുന്ന ഈ മായയിൽ നടക്കുന്ന ഇതിലൊന്നും വലിയ താല്പര്യമേ ഇല്ല. നമ്മൾ ഒരു പെണ്ണിൻ്റെ മരപ്പാവ ഉണ്ടാക്കുന്ന ഇതിനുള്ള താല്പര്യം മാത്രമേ അതിന് ഇതോടുള്ളൂ. അങ്ങനെയുള്ള ആ നിന്തിരുവടിക്ക് നമസ്കാരം. ആ നിന്തിരുവടിയാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്. സർവനിയന്താവായ ആ നിന്തിരുവടി കൂടാതെ ഇന്ദ്രിയ പനി പിടിച്ച ലോകപാലകർ ഒറ്റക്കും കൂട്ടായും ശ്രമിച്ചാലും ഈ മനുഷ്യനോ മൃഗങ്ങളോ ഇഴജന്തുക്കളോ ഈ ലോകത്തിൽ പാലിക്കുവാൻ ആവില്ല. അതായത് സർവനിയന്താവായ ആ ഈശ്വരനെ കൂടാതെ, ആ ഈശ്വരനില്ലാതെ ഈ സർവത്തെ ലോകത്തിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആ ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ സഹായമില്ലാതെ കിടമത്സരങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ കിടമത്സരപ്പണി പിടിച്ച, അതായത്
നമ്മളെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ കാണുന്നതും കേൾക്കുന്നതിൻ്റെ എല്ലാം പ്രേരണ വെച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പലതും അന്യമായിട്ടെല്ലാം കാണുന്നു. മുമ്പിൽ നിൽക്കുന്ന ആള് നമ്മളെ ശത്രു മിത്രമായിട്ടെല്ലാം കാണുന്നു. അങ്ങനെ എന്ത് വരുത്തുന്നു? അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടാകുന്നു, കിടമത്സരം നടക്കുന്നു. കിടമത്സരത്തിനുള്ള കാരണം എന്താണ്? നമ്മൾ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനോട് എനിക്ക് ആഗ്രഹം തോന്നും, അത് വേണം തോന്നും. അവൻ വേർത്തനും തോന്നും, അത് വേണം തോന്നും. അപ്പോൾ അവർ തമ്മിൽ കിടമത്സരങ്ങൾ തുടങ്ങും. അപ്പം കിടമത്സരം പരിപിടിച്ചവരാണ് നമ്മളെല്ലാം. അങ്ങനെ കിടമത്സരം പിടിച്ചവർ തന്നെയാണ് ലോകപാലകരും, ലോകത്തെ പാലിക്കുന്നവരും. അപ്പം ലോകത്തെ പാലിക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ കുറേ പേരുണ്ട്. ലോകത്തെ പാലിക്കാൻ വേണ്ടിയിട്ട്, ലോകത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ശക്തികൾ ഈ ലോകത്തിലുണ്ട്. അത് രാജാക്കന്മാരായാലും വേണ്ടിയില്ല, ദേവതകളായാലും വേണ്ടിയില്ല, ഏത് ദേവതകളായാലും വേണ്ടിയില്ല, ജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. പക്ഷെ അവർ തമ്മിൽ എന്തിട്ട് കിടമത്സരമുണ്ട്. എന്തുകൊണ്ടാണ് കിടമത്സരം ഉണ്ടെന്നത്? എന്തുകൊണ്ടാണ് കിടമത്സരപ്പനി പിടിക്കുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എല്ലാത്തിനെയും വ്യത്യസ്തമായിട്ട് തോന്നും. ചിലത് നമ്മളതായിട്ട് തോന്നും, ചിലത് മറ്റേ ശത്രുവായിട്ട് കാണും, ചിലതോട് നമുക്ക് താല്പര്യം തോന്നും. അപ്പം മറ്റുള്ളവർക്കും അതിനോട് താല്പര്യം തോന്നും. അവിടെ കിടമത്സരങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മളെ പരിപാലിക്കാൻ വരുന്ന ശക്തികൾ തന്നെ പരസ്പരം കിടമത്സരിക്കുകയാണ്. അങ്ങനെ അവര് ഒറ്റക്കും കൂട്ടായും ശ്രമിച്ചാലും, അങ്ങനെ കിടമത്സരത്തിലൂടെ ഒറ്റക്കും കൂട്ടായിട്ടും മനുഷ്യരെ ആരെ പരിപാലിക്കാൻ ശ്രമിച്ചാലും ഈ മനുഷ്യരോ മൃഗങ്ങളോ ഇഴജീവികളോ ഒന്നും ഈ ശക്തിയുടെ പിൻബലമില്ലാതെ അവരെ പരിപാലിക്കുവാനാവില്ല. അതായത് ലോകത്തെ പരിപാലിക്കാൻ ഏത് ശക്തി ആര് പരിപാലിക്കാൻ വിചാരിച്ചാൽ ഈ ലോകത്തിലെ ജനങ്ങളെയെല്ലാം ഒന്ന് പരിപാലിച്ച് കളയാമെന്ന് മത്സരിച്ച് ആര് ശ്രമിച്ചാലും ആ ശക്തി വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒറ്റക്കും കൂട്ടായിട്ട് എങ്ങനെ ശ്രമിച്ചോട്ടെ ഒരാളെ ലോകത്തെ പരിപാലിക്കാനോ, കുറച്ച് ജനങ്ങളെ പരിപാലിക്കാനോ, കുറച്ച് മൃഗങ്ങളെ പരിപാലിക്കാനോ, കുറച്ച് എന്തെങ്കിലും ജീവജാലങ്ങളെ പരിപാലിക്കാൻ ശ്രമിച്ചാൽ പോലും നടക്കില്ല. ഇഴജന്തുക്കളെ പരിപാലിക്കാൻ പോലും ശ്രമിച്ചാൽ നടക്കില്ല, പരിപാലിക്കാൻ പറ്റില്ല. ആ ശക്തിയുടെ പിൻബലം ഇല്ല. അപ്പോൾ ആ ശക്തി വിചാരിച്ചാൽ മാത്രമേ, ആ ശക്തിയുടെ സപ്പോർട്ട് ആർക്ക് കിട്ടുന്നു അവർക്ക് മാത്രമേ എന്തിനേയും പരിപാലിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ആശ്രയിക്കേണ്ട ആരെയാണ്? ആ ശക്തിയെ തന്നെ ആശ്രയിക്കുക, അല്ലാതെ വേറെ ആരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഇനി 28 പറയുകയാണ്, നിന്തിരുവടിയുടെ തിരമാലകൾ ഉയർത്തുന്ന കൽപ്പാന്ത സമുദ്രത്തിൽ നിന്നും കൽപ്പാന്തകാലം വരെ നമ്മളൊരു സംസാര സാഗരത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെന്തുണ്ട്? തിരമാലകൾ ഇങ്ങനെ ഉയർത്തി താത്തിയും കൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഗരത്തില് വൃക്ഷലതകളുടെ ലതാദികളുടെയും എല്ലാം ഇരിപ്പിടമായ ഈ ഭൂമിയെ, അപ്പൊ ഈ പ്രപഞ്ചത്തിലെ വൃക്ഷലതാദികളെല്ലാം എവിടെയാണ് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഭൂമിയുടെ മേലെയാണുള്ളത്. ആ ഭൂമിയുടെ തന്നെയാണ് ആരുള്ളത്? ആ കാലത്തെ നയിച്ചു കൊണ്ടുപോകുന്ന മനുവുമുള്ളത്, വൈവസ്വത മനു ഉള്ളത്. അപ്പം മനുവിനെയും ഈ ഭൂമിയെയും ഈ കൽപ്പാന്തമാകുന്ന സമുദ്രത്തില് ഈ വൃക്ഷങ്ങളിലുള്ള ജീവജാലങ്ങളിലുള്ള ഭൂമിയെയും ആ മനുവിനെയും, അതിനെ നയിക്കുന്ന മനുവിനെയും രണ്ടിനെയും കൂടി അതിൻ്റെ ഓജസ്സിനാൽ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഓജസ്, ആ നിന്തിരുവടിയുടെ, ആ ശ്രീഹരിയുടെ ഓജസ്സിനാലും ശക്തിയാലും ഈ ഭൂമിയെയും മനുവിനെയും ഈ കൽപ്പാന്തമാകുന്ന സമുദ്രത്തിലൂടെ, ആ കാലത്തിലൂടെ വലിച്ചു കൊണ്ട് പോവുകയാണ്.
അതായത് അതാണ് നമ്മളെ ഈ ലോകത്തിൽ വഹിച്ചു. കാലം മുന്നോട്ടേക്ക് പോകുന്നതനുസരിച്ച് നമ്മളെയും ഭൂമിയെയും ഇതിലുള്ള രാജാവായ മനുവിനെയും എല്ലാം ആ ശക്തി വിശേഷമാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്. ജഗത്തിൻ്റെ പ്രാണഗണങ്ങളെ നയിക്കുന്ന ജഗത്തിൻ്റെ പ്രാണൻ, ജഗത്തിലെ ജീവൻ, പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവൻ, മനുഷ്യരിലെ ജീവജാലങ്ങളിലെ എല്ലാം നയിക്കുന്നത് പ്രാണനാണ്. നമ്മളിലുള്ള പ്രാണൻ കുറേ വായുക്കളുണ്ടല്ലോ, പ്രധാനമായിട്ട് 5 വായുക്കളുണ്ട്. പ്രാണൻ, അപാനൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതാണ് നമ്മളെ ജീവനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ജഗത്തിൻ്റെ പ്രാണൻ, ഈ ജഗത്തെ നയിക്കുന്നതിന് ജഗത്തിനും അതിൻ്റെതായ പ്രാണനുണ്ട്. ഈ പ്രാണങ്ങളെ എല്ലാം നയിക്കുന്ന ആ ശക്തി വിശേഷം, അതായത് ഭൂമിയിലുള്ള ജീവജാലങ്ങളെയെല്ലാം ജീവനോടുകൂടി, അതിൻ്റെ രാജാവായ മനുവിനെയെല്ലാം ജീവനോടുകൂടി ഈ കൽപ്പാന്തകാലത്തിൽ, ഈ കൃതയുഗന്ധരേതായും ഇങ്ങനെയെല്ലാം പറയുന്ന കാലത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുന്ന, കാലമാകുന്ന സമുദ്രത്തിലൂടെ, തിരമാലകളിലുള്ള സമുദ്രത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുന്ന ആ നിന്തിരുവടിക്ക് നമസ്കാരം. ഇനി 29 ഹിരൺമയ വർഷത്തിലും, ഇനി വേറൊരു സ്ഥലത്തിൻ്റെ കാര്യം പറയുകയാണ്. അത് ഹിരൺമയ വർഷം എന്ന ദേശമാണ്. ആമയുടെ രൂപം ധരിച്ച വിഷ്ണുവിന് സന്നിവേശിച്ചിരിക്കുന്നു, അവിടെ സന്നിധാനം ചെയ്തിരിക്കുന്നു. അപ്പം ഹിരൺമയ വർഷത്തിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആമയുടെ രൂപം ധരിച്ചിട്ടാണ് ഭൂമിയെ ഉയർത്തിയത്. ആ കഥ പിന്നീട് പറയുമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഹിരൺമയ വർഷത്തിൽ ആ ഘട്ടത്തിലാണുള്ളത്. ആമയുടെ രൂപം ധരിച്ചു വന്ന ആ ഘട്ടത്തിലാണ് ഹിരൺമയ വർഷത്തിൽ അവിടെയുള്ള ലോകത്തെ, ആ ഭൂവിഭാഗത്തിൻ്റെ അവസ്ഥ. ആമയുടെ രൂപം ധരിച്ച വിഷ്ണുവിൻ്റെ പ്രസൻസാണ് അവിടെ ഉള്ളത്. ആ രൂപത്തെ ആ വർഷം അല്ലെങ്കിൽ ആ വർഷദേശത്തെ, ആ ദേശത്തെ ജനങ്ങൾ ആര്യമ എന്ന ദേവനെ ഉപാസിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവനെ, ആര്യമ എന്ന ദേവനെയാണ് അവിടെ മനുഷ്യർ ഉപാസിക്കുന്നത്. ആ ഹിരൺമയ വർഷത്തിൽ ആമയുടെ രൂപം ധരിച്ചു വന്ന ആ രൂപത്തിലാണ് ആ ദേവൻ വസിക്കുന്നത്. ആ ദേവനെ ആര്യമ എന്ന ആ ദേവനെ, അതായത് ആര്യമ എന്ന ദേവനായിക്കൊണ്ടാണ്, ആ ദേവനെ ആര്യമ എന്ന ദേവനായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ആ വർഷത്തിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ആര്യമ എന്ന ദേവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയെ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ, ഭൂമിയെ ഉയർത്തിയിട്ട് സൂര്യൻ്റെ ഭ്രമണപഥത്തിലാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് അതിനെ ആര്യമാദേവനായിട്ട് ചിത്രീകരിച്ചു. എന്നിട്ട് അവർ എന്ത് മന്ത്രം പറയുന്നു എന്ന് പറയുകയാണ്. കൂർമാവതാരനായ നിന്തിരുവടിക്ക് നമസ്കാരം, കൂർമ്മമായി അവതരിച്ച നിന്തിരുവടിക്ക് നമസ്കാരം. സത്വഗുണസമ്പന്നനും ആരും കാണാത്ത വാസസ്ഥാനത്തോടു കൂടിയവനുമായ, അദ്ദേഹത്തെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ, അങ്ങയ്ക്ക് നമസ്കാരം. ആ ശക്തിവിശേഷത്തെ ആർക്കും കാണാൻ പറ്റില്ല. അത് ഊഹത്തിലൂടെ മാത്രമേ നമുക്ക് ഊഹിച്ചെടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. കാലത്തെ അതിക്രമിച്ചതും എല്ലായിടവും വ്യാപിച്ചതുമായ അങ്ങേർക്ക് നമസ്കാരം. അപ്പം കാലത്തെ അതിജീവിച്ചതാണ് ആ ശക്തിവിശേഷം. കാലമൊന്നും അതിൻ്റെ പരിധിയിൽ വരില്ല. എല്ലായിടവും വ്യാപിച്ചതാണ്, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ആ ശക്തിവിശേഷം. ആ ശക്തിവിശേഷത്തിന് നമസ്കാരം. ഇനി 31 യോഗമായാൽ പ്രകാശിക്കുന്നതും നാനാരൂപത്തിൽ ഉണ്ടാകുന്നതുമായ ദൃശ്യപ്രപഞ്ചം. ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ആ യോഗമായയിൽ നിന്നാണ്. അതിൻ്റെ യോഗമായയിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായത്. അതിലൂടെയാണത് പ്രകാശിക്കുന്നത്, നാനാരൂപമായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അത് ആ നിന്തിരുവടിയുടെ രൂപം തന്നെയാണ്.
പക്ഷേ അത് മിഥ്യയായ രൂപമാണ്. അത് ആ നിന്തിരുവടിയുടെ രൂപം തന്നെയാണത്. പക്ഷേ അത് മിഥ്യയായ ആ രൂപങ്ങൾക്ക് കണക്കും ഒരു കണക്കുമില്ല, കയ്യും കണക്കുമില്ല എന്ന് തന്നെ പറയാം. അത് ആ ശക്തി തന്നെയാണ് ഈ രൂപമായിട്ട് രൂപാന്തരപ്പെട്ടത്, അതിൻ്റെ രൂപം തന്നെയാണെന്നും നമുക്ക് പറയാം. അതേസമയം അത് മിഥ്യയായ രൂപമാണ്. യഥാർത്ഥത്തിൽ അത് പിന്നീട് തിരിച്ചു ഒരു ആ രൂപത്തിൽ വേഷം കെട്ടി വന്നതായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് അതിൻ്റെ മിഥ്യാരൂപം എന്നും പറയാം. ആ രൂപങ്ങൾക്കാകട്ടെ ഒരു കയ്യും കണക്കുമില്ല എന്ന് പറയും. എത്രയോ തരത്തിൽ അത് രൂപാന്തരം പ്രാപിച്ചു. പല വസ്തുക്കളായിട്ട് അത് അതിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആ നിന്തിരുവടിക്ക് നമസ്കാരം പറയുകയാണ് അവിടെയുള്ള ജനങ്ങൾ. ഇനി 32 അത് വ്യത്യസ്ത രൂപത്തിലാണെന്ന് പറഞ്ഞതിനെ കുറച്ചും കൂടി എടുത്തു പറയുകയാണ്. 32 ജരായുവിൽ നിന്ന് പിറന്ന മനുഷ്യാദി വർഗങ്ങളും ശ്വേതത്തിൽ നിന്നുണ്ടായ മൂട്ടയും പേനും പിന്നെയോ അണ്ഡത്തിൽ നിന്നുണ്ടായ പക്ഷിവർഗങ്ങളും മണ്ണിൽ നിന്നുണ്ടായ വൃക്ഷങ്ങളും പിന്നെ ദേവതകൾ, ഋഷികൾ, പിതൃക്കൾ, ഭൂതങ്ങൾ എന്നിവയും ഇന്ദ്രിയസാദി സംഘങ്ങളും വായുമണ്ഡലങ്ങളും ശൂന്യാകാശവും ഭൂമിയും മഴ, മല, പുഴ, കടല്, ഗ്രഹങ്ങൾ, ദിക്കുകൾ, നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പറയുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയണം. അതപ്പം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും മലയായിട്ടും ഇതായിട്ടും മുട്ടയിൽ നിന്ന് വെരിഞ്ഞു വരുന്ന ജീവജാലങ്ങളും പിന്നെ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികൾ, ഇങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ മനുഷ്യരായിട്ടും എല്ലാം അത് പല രൂപത്തിലായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം ഭഗവാനായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി. എന്നിട്ട് 33 എണ്ണാനൊക്കാത്ത വിശേഷങ്ങളോടുകൂടി നിന്തിരുവടി. അപ്പൊ അതിൻ്റെ രൂപങ്ങൾ എത്രയല്ല, അതിലെ 30 കോടി എന്നെല്ലാം പറഞ്ഞു വെച്ചാൽ, അപ്പൊ എണ്ണാൻ ഒക്കാത്ത തരത്തിലുള്ള വിശേഷ ഗുണങ്ങളോട് കൂടിയാണ് ആ നിന്തിരുവടി. കപിലാദി സംഖ്യാചാര്യരുടെ, കപില മഹർഷിയുടെ സാഖ്യാചാര്യത്തിലൂടെ 24 തത്വങ്ങളിലൂടെ അതിനെ വിവരിച്ച് തന്നിട്ടുണ്ടെങ്കിലും എണ്ണിയാൽ തീരാത്ത വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ കപിലാദി ഋഷികളെല്ലാം സാഖ്യാചാര്യന്മാർ കപില മഹർഷിയെ പോലെയുള്ള സാഖ്യാചാര്യന്മാരെല്ലാം 24 തത്വങ്ങളാക്കിയിട്ട് ഇതിനെയെല്ലാം പലതരത്തിൽ വിവരിച്ച് തന്നിട്ടുണ്ടെങ്കിലും ആ തത്വദർശനത്തിൽ തന്നെ അവരെന്ത് പറയുന്നുണ്ട്, അതിനെയെല്ലാം നിഷേധിക്കുന്നുമുണ്ട്. അവരിങ്ങനെയെല്ലാം പല തത്വത്തിൽ വേദങ്ങളിലൂടെ ഈ വസ്തുക്കളെല്ലാം എഴുതി തന്നിട്ടുണ്ടെങ്കിലും അവർ തന്നെ എന്ത് വേദത്തിൽ പറയുന്നത്, ഇങ്ങനെ പലതായിട്ട് രൂപം വരുന്നുണ്ട്, ഇതൊന്നും അർത്ഥമില്ല, എല്ലാം ബ്രഹ്മം തന്നെയാണ്, ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞതും അവർ തന്നെയാണ്. ഈ പ്രപഞ്ചത്തെപ്പറ്റി വേദങ്ങളിലൂടെ എല്ലാ റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യം മുഴുവൻ എല്ലാം പറഞ്ഞു തന്ന്, പ്രപഞ്ചത്തിൻ്റെ ഘടനയെല്ലാം പറഞ്ഞു തന്ന് അത് ആ ബ്രഹ്മമാണ്, ഇങ്ങനെ പല രൂപത്തിലായി ഭൗതിക വസ്തുക്കളായി തീർന്നത് എന്നെല്ലാം അവർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അവസാനം അതിൽ തന്നെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം ഒന്നുമില്ല, എല്ലാ ബ്രഹ്മം തന്നെയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സിദ്ധാന്ത സ്വരൂപത്തിനും നമസ്കാരം. അങ്ങനത്തെ സിദ്ധാന്തത്തിനും ആ സിദ്ധാന്തത്തിൻ്റെ സ്വരൂപത്തിനും നമസ്കാരം. ഇനി 34 ഉത്തര കുരുവർഷത്തെ പറ്റി പറയുകയാണ്, വേറൊരു ദേശത്തെ പറ്റി പറയുകയാണ്. ഉത്തര കുരുവർഷത്തിലും യജ്ഞമൂർത്തിയായ ശ്രീഹരി, അവിടെ യജ്ഞമൂർത്തിയായിട്ടാണ് ശ്രീഹരി ഇരിക്കുന്നത്. വരാഹ രൂപം ധരിച്ചിട്ട്, രൂപം ധരിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. ഇവിടെ ഉത്തര കുരുവർഷത്തിൽ ആ യജ്ഞമൂർത്തിയായിട്ട് വരാഹ രൂപത്തിൻ്റെ അവസ്ഥയിലാണ് ആ ദേശം ഇപ്പോൾ. അപ്പോൾ ഓരോ ദേശങ്ങളിലും വ്യത്യസ്തമായ, ഒരുത്തിയിൽ കൃതയുഗമാണെങ്കിൽ മറ്റേതിടത്ത് ത്രേതായുഗം എന്ന് പറയുന്നത് പോലെ പല അവസ്ഥയിലാണ്. ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ
ആ ഭൂപ്രദേശങ്ങളെല്ലാം വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിലെ എല്ലാം കാണാൻ പറ്റുള്ളൂ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളിപ്പം ഭൂമിയിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കിപ്പം എന്ത് കാലമാണ്? കലിയുഗമാണെന്ന് വേണം പറയാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയിലാണ് അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിലാണെന്ന് പറയുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എന്തായിരിക്കും ഗോത്ര കാലഘട്ടം ആയിരിക്കും. അപ്പറയുന്ന മാതിരിയുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം കുരുവർഷത്തിൽ വരാഹമൂർത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ദേവി കുരുവർഷവാസികളോടുകൂടി ഭക്തിയോടെ നിൻതിരുവടിയെ നിത്യവും ഉപാസിക്കുന്നു. അവരെ നിത്യം എന്നിട്ട് അങ്ങനെ അവർ ഉപാസിക്കുന്നത് ഉപനിഷത്തുക്കളെയാണെന്നും പറഞ്ഞു വെക്കുകയാണ്. ഇനി 35 അവരെങ്ങനെയാണ് ഉപാസിക്കുന്നത്? അതിങ്ങനെയാണ് ഉപാസിക്കുന്നത് എന്ന് പറയുകയാണ് 35. വേദസൂക്തങ്ങളിൽ താത്വികമായി അറിയപ്പെടുന്ന സർവൈശ്വര ഗുണസമ്പന്നനായ അങ്ങേക്ക് നമസ്കാരം. വേദങ്ങളിലൂടെ സർവഗുണങ്ങളുടെയും അധിപനായി ഇരിക്കുന്ന അങ്ങയെ പറ്റിയുള്ള വിവരണം വേദങ്ങളിലുണ്ട്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങ് 2 പ്രകാരത്തിലുള്ള യോഗങ്ങളിലൂടെയാണ് സ്വരൂപത്തെ പ്രകടമാക്കുന്നത്. മഹായാഗങ്ങൾ അവയവമായി ഭവിച്ച അങ്ങയുടെ അവയവങ്ങളാണ് ഈ പറയുന്ന എല്ലാ യാഗങ്ങളും. മഹായാഗങ്ങളായിട്ടാണ് അങ്ങയുടെ അവയവത്തെ കാണുന്നത്. അവിടെ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും അങ്ങയുടെ മഹാ അവയവങ്ങളായി ഭവിച്ചതാണ്. അങ്ങനെയുള്ള പുരുഷോത്തമന് നമസ്കാരം. കർമ്മങ്ങളാൽ പരിശുദ്ധനായ യാജ്ഞികനായ 3 യുഗങ്ങളിലും ആവിർഭൂതനായ നിൻതിരുവടിക്ക് നമസ്കാരം. 3 യുഗങ്ങളിലും. അപ്പം അവിടെ 3 യുഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. കൃതയുഗത്തെ പറ്റി പറയുന്നത് 4 യുഗം: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗത്തിൽ കാര്യമായിട്ട് യജ്ഞങ്ങളൊന്നും നടത്തില്ല. അപ്പം ഇവിടെ യജ്ഞങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 3 യുഗങ്ങളിൽ യജ്ഞങ്ങളായിട്ട് ഭവിച്ച അങ്ങേക്ക് നമസ്കാരം. ഈ 3 യുഗങ്ങളിലും പലതരം യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം അങ്ങയുടെ മഹായാഗങ്ങൾ, അങ്ങയുടെ അവയവങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. വിരാട സ്വരൂപത്തിലൂടെ നമ്മൾ കാണിച്ചത് വെറും അവയവങ്ങൾ മാത്രമല്ല, അവിടെ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളും അതിൻ്റെ അവയവമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ചിലവരടുത്ത് കൊല്ലുന്നുണ്ട്, ചിലവരടുത്ത് ഭീഷ്മർ കാലത്തിൻ്റെ വായിൽ പോയി പതിക്കുന്നതായിട്ട്, അതെല്ലാം കർമ്മങ്ങളാണ്. അപ്പം എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ തന്നെയായിട്ടാണ് എല്ലാ യാഗങ്ങളും മഹായാഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അവയവമായിട്ടാണ് ചിത്രീകരിച്ചു കൊണ്ടാണ് ഇവർ അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. ഏത് യുഗത്തിലുള്ളവർ? ഉത്തരപുരുവർഷത്തിൽ ഉള്ളവർ. ഇനി 36 പറയുകയാണ് വിവേകശാലികൾ. വിവേകമുള്ള ആൾക്കാർ കർമ്മങ്ങൾ ചെയ്തും കർമ്മത്തിൻ്റെ ഫലത്തിലും, കർമ്മം ചെയ്ത് അതിൻ്റെ ഫലത്തിലൂടെയും അപ്രകാശമാനമായ ഏതൊരു ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അപ്പം വിവേകികളായവര് കർമ്മത്തിലൂടെ, കർമ്മഫലത്തിലൂടെ എല്ലാം കർമ്മം ചെയ്തിട്ട് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നത് കൊണ്ടായില്ല. അവർ ചെയ്യേണ്ട കർമ്മം, അവരവർ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, കർമ്മഫലങ്ങളും അതിൻ്റെ കൂടെ ലഭിക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ട് വിവേകശാലികൾ, അങ്ങനെയുള്ള വിവേകശാലികൾ ജനിച്ചത് കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതും എടുക്കുക. പക്ഷെ അവരെന്താ ആഗ്രഹിക്കുകയാണ്? അവർക്ക് ഭഗവാന്റെ സ്വരൂപം അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെന്ത് വേണം? മനസ്സാകുന്ന കടക്കോലുകൊണ്ട് അഗ്നി കിട്ടുവാൻ അരണി കടയുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കടയണം. ഇന്ദ്രിയങ്ങളെ കടഞ്ഞിട്ട്, സാധാരണ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, കടഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. നമ്മൾ തിരിച്ച് ഇന്ദ്രിയങ്ങളെ കടഞ്ഞുകൊണ്ട്, എന്തുകൊണ്ട്? മനസ്സുപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ കടഞ്ഞെടുക്കണം. അഗ്നി കിട്ടാൻ
അരണി കടയുന്നത് പോലെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കടഞ്ഞിട്ട് വേണം, ഇന്ദ്രിയങ്ങളെ കടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴെന്ത് പറ്റും? നമ്മളെ മനസ്സിൽ ആ രൂപം പ്രകടമാകും. എന്താണ് ആ ബ്രഹ്മം എന്ന് പ്രകടമാകും. അങ്ങനെ പ്രകടമാകുന്ന ആ നിന്തിരുവടിക്ക് നമസ്കാരം. ഇനി 37 പറയുകയാണ്, ശബ്ദാദി വിഷയങ്ങൾ കൊണ്ട്, ശബ്ദം കാണുക, കേൾക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് ഇന്ദ്രിയാദി വ്യാപാരം നടത്തി. അപ്പം നമ്മൾ കണ്ടും കേട്ടും എല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്തു. അപ്പം അതിൻ്റെ പിന്നിലായ ദേവതകളും എല്ലാ കർമ്മം ചെയ്യുന്നതിനും ദേവതകളുടെ സഹായത്തോടെ അഗ്നിയെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതിൻ്റെ ദേവതകളും പഞ്ചഭൂതമാകുന്ന ഈ ശരീരം, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരവും അതതിൻ്റെ രൂപം കൊടുക്കുന്ന കാലവും, ഓരോ കാലഘട്ടത്തിലാണ് അതിൻ്റേതായ കർമ്മങ്ങൾക്കെല്ലാം രൂപകൽപ്പന വരുന്നത്. അപ്പോൾ അതിൻ്റെ കാലവും കർത്തൃത്വാഭിമാനത്തിൻ്റെ അഹംബുദ്ധിയും, ഇതിൻ്റെ എല്ലാം കർത്തൃത്വം ഞാനാണ്, ഞാൻ, എൻ്റെ ആത്മാവ്, അല്ല എൻ്റേത്, നിൻ്റേത് എന്നുള്ള ചിന്ത, അഹങ്കാരം, ഞാനാണ്, ഇതെൻ്റേതാണ്, അത് നിൻ്റേതാണ് എന്നുള്ള കർത്തൃത്വാഭിമാനത്തിൻ്റെ അഹംബുദ്ധി എന്നീ മായാഗുണങ്ങളോട് ചേർന്ന്, ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മളെ ജീവിതമുള്ളത്. അതിനോട് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ആത്മാവ്, ജീവാത്മാവ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ആ ജീവാത്മാവ് ഇതോടുകൂടിയാണ് ചേർന്നുകൊണ്ടാണ്, ഞാൻ എൻ്റേത് എന്ന ചിന്തയോടുകൂടി ഈ ശരീരവുമായിട്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവാത്മാവ് നിൽക്കുന്നത്. അതിനെ എന്ത് വേണം? ആത്മാവിനെ തത്വവിചാരം കൊണ്ടും ശരിയായ ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കി സുനിശ്ചിതമായ ബുദ്ധിയോടുകൂടിയും, ശരിയായ ബുദ്ധി, അതായത് ഇന്ദ്രിയങ്ങളിൽ അടിമപ്പെടാത്ത ബുദ്ധിയോടുകൂടിയും മായയെ മാറ്റിയിട്ട് അതിൻ്റെ സഹായത്താൽ തത്വചിന്തകളിലൂടെയും ശാസ്ത്രീയമായ ആത്മീയപരമായ തത്വചിന്തകളിലൂടെയും സുനിശ്ചിതമായ ബുദ്ധിയോടുകൂടിയും മായയെ മാറ്റണം. നമ്മുടെ മായയെ മാറ്റിയിട്ട് അപ്പോഴെന്ത് ചെയ്യാം? സായുജ്യം നേടാം. നമുക്ക് ആ നിന്തിരുവടിയെ, ഇതിൻ്റെ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷത്തെ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ നിന്തിരുവടിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു.